കൂടി ജോബിയങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് വന്നപ്പം സന്തോഷം ഒക്കെ ഒന്ന് പങ്കുവെക്കാവോ? ഒത്തിരി സന്തോഷമുണ്ട്. ജേക്കബ് കുറെ നാളും കൂടി നമ്മുടെ ന്യൂസിലാൻഡിലേക്ക് വന്നു. അവർ ഓസ്ട്രേലിയയിൽ കഷ്ടപ്പെടുന്നുണ്ട്. ന്യൂസിലാൻഡിൽ വന്ന് ഒരു സന്തോഷിക്ക. സുജയ്ക്ക് ഇന്ന് വന്നിട്ട് മലുക്കോ ഹൈറ്റ്സിൽ പോയിട്ട് ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ഡേ എന്നാ പറയുക എൻജോയ് ചെയ്യാൻ പറ്റി. നമ്മൾ സ്ഥിരം എൻജോയ് ചെയ്യുന്ന ഡേ ആണ്. വലിയ സന്തോഷം. ഒത്തിരി നാൾ കൂടി ഇവരെ കാണാൻ പറ്റും. സന്തോഷമാണോ സങ്കടമാണോ? പഴയ ആളാന്ന് രാജ്യത്ത് വന്ന് അന്ന് തൊട്ട് കാണുന്ന രണ്ട് മോകളാണ് ജേക്കബ് സുജയ്. നല്ല സൗഹൃദങ്ങള് ഒരിക്കലും മുറിഞ്ഞു പോകരുത്. അതാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നതെന്നുള്ള ഒരാഗ്രഹം. കൊച്ചു കൊച്ചു പിണക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും കൊടപുള്ളി എന്ന് പറഞ്ഞു അല്ലെങ്കിൽ കലിവലി. അതാണ് നമ്മുടെ ഒരു ലൈന്. ഹോബിറ്റൻ മൂവി സെറ്റ് കാണാൻ വേണ്ടി ഓസ്ട്രേലിയയിൽ നിന്ന് വണ്ടി പിടിച്ച് വന്ന ആൾക്കാരാണ്. തീർച്ചയായും ജേക്കബ് ബ്രിസ്ബനിൽ സെറ്റിൽ ആയതിനു ശേഷം ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മൾ വരുന്നത്. രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഗെറ്റ് ടുഗദർ ജേക്കബും സുജയുമായിട്ട് നമ്മൾ ഗെറ്റ് ടുഗദർ ചെയ്യുന്നത്. അവർ ക്രൈസ്റ്റ് ചർച്ചിൽ നാടകം കാണാൻ വന്നിരുന്നു. അതിനുശേഷം അവർക്ക് പേഴ്സണലായിട്ട് കുറച്ച് അപ്പോയിന്റ്മെന്റ്സ് ഓക്ലൻഡിലുണ്ട്. അവരുടെ ഫാമിലി ഓക്ലൻഡിലുണ്ട്. പിന്നെ വൈഡർ ആയിട്ടുള്ള ഫ്രണ്ട്സിന്റെ നെറ്റ്വർക്കുമായിട്ട് ഒരു ക്യാച്ചപ്പ് നടത്താൻ അവർക്ക് കാണിച്ച ഈ ഒരു സമയത്തിന്റെയും സൗഹൃദത്തിന്റെയും വളരെയധികം വിലമതിക്കുന്നു. ജയിക്കും സുജയ് ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഒരു കുടുംബത്തിന്റെ ഭാഗമാണ്. നമുക്ക് പണ്ടേ അറിയാം ഇവർ രണ്ടുപേരും ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ല. ഫാമിലി മെമ്പേഴ്സിനെ കാണാൻ ഇടയ്ക്കൊക്കെ വരുന്നതാണ്. അത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യം. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, ഇങ്ങോട്ട് അതിഥികളായിട്ട് ഇത്രയും നേരം നമ്മൾ വർണ്ണിച്ചുകൊണ്ടിരുന്ന ജേക്കബ് സുജയും നമ്മളുമായിട്ട് അവരുടെ ഫീലിംഗ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഇപ്പൊ ഓസ്ട്രേലിയയാണ് ന്യൂസിലൻഡാണോ നല്ലത്, അതുപോലെ തന്നെ 2010 ഞാൻ ന്യൂസിലാൻഡിൽ ഇവിടെ പറയുന്നത്. അന്നേരം എനിക്ക് ഇങ്ങനെ ഒരു ഫീലിംഗേ ഇല്ലായിരുന്നു. നമ്മള് എയർപോർട്ടിൽ പോകുന്നു, ഞാൻ ബ്രിസ്ബനിൽ പോകുന്നു, ഇവരെല്ലാരും വരുന്നു. അന്നേരം തൊട്ടാന്ന് എനിക്ക് മനസ്സിലായത് ഇവർക്ക് ഇത്ര സ്നേഹം എന്നോടുണ്ട്. അവിടെ അത്രയും പേര് വന്നപ്പോൾ എന്റെ ചേച്ചി പൊട്ടിക്കരയുന്നു, മനീഷ കരയാതെ കരയുന്നു, ജോസഫ് കരയാതെ കരയുന്നു, ഇതെല്ലാം വിഷ്ണു കരയാതെ, ഇതെല്ലാം എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ച് യഥാർത്ഥ ജീവിതം ന്യൂസിലാൻഡിലായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി. അത് നമ്മൾ പറയാതെ ഇപ്രാവശ്യം ഞാൻ ക്രൈസ്റ്റ് ചർച്ചിൽ വന്നപ്പോഴും വിഷ്ണു പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളി ഒന്നുമില്ല. എന്നാലും നമ്മളിത് വന്നപ്പോൾ നമ്മൾ വളരെ ഒരു ഇമോഷണലായി. അപ്പൊ അതൊരു വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. എനിവേ ഈ ജീവിതത്തില് പല സ്ഥലത്തുനിന്ന് വന്നവരാണ് ഞങ്ങൾ. ഞാനിവരെ കാണുന്നതെല്ലാം 2002 അത്ര പരിചയമൊന്നുമില്ല. അതിനു മുമ്പ് ഒരു പരിചയമില്ലാതെ വന്നതാണ്. പക്ഷെ 2002 തൊട്ട് ഇപ്പൊ 25 വരെ ഇവരോടുള്ള അതുപോലെയുള്ള ആത്മബന്ധമാണുള്ളത് മനസ്സിൽ. അതൊരു വലിയൊരു ഒരു പ്രപഞ്ച സത്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഈ ഒരു നിമിഷത്തില് എന്ന് പറഞ്ഞൊരു പാട്ട് പാടിയേക്കാം. നമുക്ക് വേണ്ടി ഒരു പാട്ട്, അതിന്റെ ഒരു വരി മൂളിയാ മതി. ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ, സുഖത്തെ ആശ്വസിക്കുന്ന ഈ വിലാസലോല ഭൂമിയിൽ ആര് ബന്ധുക്കൾ, സുഖത്തെ ചുറ്റും ശത്രുക്കൾ. ഈ ബന്ധം, ഈ സൗഹൃദം, ഇതാണ് കരുത്ത്. ഇത് മുമ്പോട്ട് പോകും.